എനിക്ക് നിന്നെ പ്രണയിക്കാൻ കഴിയില്ല. എൻ്റെ ഹൃദയത്തിൽ ഒരിടം തരാനോ എൻ്റെ ഭാര്യയായി അംഗീകരിച്ച് കൂടെ കൂട്ടാനോ കഴിയില്ല. ഇപ്പോഴെന്നല്ല, ഒരിക്കലും ഒരിക്കലും നിന്നെ എൻ്റേതായി ഉൾക്കൊള്ളാൻ എനിക്കാവില്ല മൈഥിലി. ഉള്ളിലെ സംഘർഷം മുഖത്ത് പ്രകടമാവും വിധം കൈകൾ കൂട്ടിത്തിരുമ്മി തനിക്ക് മുന്നിൽ നിന്ന് പറയുന്നവനെ യാതൊരു ഭാവഭേദവുമില്ലാതെ നോക്കി നിന്നു മൈഥിലിയെങ്കിൽ താൻ പ്രതീക്ഷിച്ച ഞെട്ടലോ പരവേശമോ ഒന്നുമില്ലാതെ തികച്ചും സ്വാഭാവികമെന്ന പോലെ തന്നെ നോക്കുന്നവളെ അമ്പരപ്പോടെയാണ് കിഷോർ നോക്കിയത്. നിങ്ങളുടെ അമ്മ പറഞ്ഞിരുന്നു നമ്മുടെ വിവാഹത്തിന് മുൻപ് തന്നെ നിങ്ങളുടെ നഷ്ടപ്രണയം ഉൾപ്പെടുന്ന ജീവിതത്തെപ്പറ്റി. തന്നെ പകപ്പോടെ നോക്കുന്നവൻ്റെ ഉള്ളറിഞ്ഞ് മൈഥിലി ശാന്തമായ സ്വരത്തിൽ പറഞ്ഞതും അവളിൽ നിന്ന് മുഖം വെട്ടിച്ചു മാറ്റി ബെഡിലേക്കിരുന്നു കിഷോർ. പ്രണയം കൊണ്ട് മുറിവേറ്റവനാണ്. മനസ്സും ശരീരവും കൊടുത്ത് പ്രണയിച്ചവൾ നിഷ്കരുണം വലിച്ചെറിഞ്ഞു പോയപ്പോൾ പെണ്ണിനെയും പ്രണയത്തെയും ഒരുപോലെ വെറുത്തുപോയവൻ. ആ ഓർമ്മയിൽ പോലും ഒരു നിശ്വാസമുതിർന്നു മൈഥിലിയിൽ നിന്ന്. ഞാനീ ബെഡ് ഷെയർ ചെയ്യുന്നതിൽ കിഷോറിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അവനെ തന്നെ നോക്കിയത് മൈഥിലി ചോദിക്കുമ്പോൾ തന്നെ പേര് വിളിച്ച അവളെയൊന്നാകെ നോക്കി കിഷോർ. ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാൽ? അവളുടെ ചോദ്യത്തിന് മറു ചോദ്യമെറിഞ്ഞു കിഷോർ. ബുദ്ധിമുട്ടാണെങ്കിൽ എനിക്ക് കിടക്കാനുള്ള സ്ഥലം കിഷോർ കാണിച്ചു തരണം. നിലത്തും സോഫയിലും ഒന്നും കിടക്കാൻ എനിക്ക് ശീലമില്ല. ഞാൻ വെറുതെ പറഞ്ഞതാണ്. നീ ഇതിൽ തന്നെ കിടന്നോ. ഇഷ്ടമില്ലെങ്കിലും പ്രണയമില്ലെങ്കിലും നീ എൻ്റെ ഭാര്യയാണല്ലോ. മനസ്സില്ലെങ്കിലും പ്രണയമില്ലെങ്കിലും ഇനി അങ്ങോട്ട് ഒരുമിച്ചുറങ്ങി ശരീരം പങ്കിടേണ്ടവരാണല്ലോ നമ്മൾ. അവളിൽ നിന്ന് കണ്ണുകൾ മാറ്റാതെ താൻ പറഞ്ഞതിനുള്ള അവളുടെ മറുപടി കേൾക്കാനെന്ന പോലെ അവളെ നോക്കി കിഷോർ പറഞ്ഞതും പതിവ് പോലൊരു ചിരി തെളിഞ്ഞു മൈഥിലിയിൽ. മനസ്സിൽ ഇഷ്ടമില്ലാതെ പ്രണയമില്ലാതെ നല്ല പുരുഷൻ ഒരിക്കലും ഒരു പെണ്ണിൻ്റെ ശരീരത്തിൽ അധികാരം കാണിക്കില്ല കിഷോർ. പ്രണയമുള്ളിടത്തെ കാമത്തിന് സൗന്ദര്യമുള്ളൂ. അല്ലാതെയുള്ളത് വെറും കീഴ്പ്പെടുത്തൽ മാത്രമാണ്. മൈഥിലിയുടെ സംസാരത്തിൽ പതറി കിഷോർ. അവളെപ്പോലെ ഒരു ഗ്രാമവാസി പെണ്ണിൽ നിന്നും അവൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത മറുപടിയാണിത്. ഞാൻ നല്ലവനല്ല മൈഥിലി. നിന്റെ അത്തരമൊരു സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യവും എനിക്കില്ല. എൻ്റെ റൂമിലും എൻ്റെ ബെഡിലും എന്തുണ്ടെങ്കിലും അത് ഞാനെടുത്ത് ഉപയോഗിക്കും. മൈഥിലിക്ക് മുൻപിൽ വല്ലാതെ ചെറുതായിപ്പോയി താനെന്ന ചിന്തയുള്ളിൽ വന്നതും അവളെ തോൽപ്പിക്കാനുള്ള വാശി നിറഞ്ഞു കിഷോറിൽ. എന്നാൽ കിഷോറിൻ്റെ ആ സംസാരത്തിന് യാതൊന്നും മറുപടി പറയാതെ ബെഡിനോരം കയറിക്കിടന്ന് കണ്ണടച്ചു മൈഥിലി. അവളുടെ ആ പ്രവൃത്തിയിൽ ദേഷ്യം തോന്നിയെങ്കിലും പിന്നീടൊരു സംസാരത്തിന് മുതിർന്നില്ല അവനും. ദിവസങ്ങൾ പതിവ് പോലെ മുന്നോട്ട് പോയതും ഒരു മുറിയിൽ തികച്ചും അപരിചിതരെ പോലെ ജീവിച്ചു കിഷോറും മൈഥിലിയും. തന്നോടൊരു സംസാരത്തിനോ തൻ്റെ കാര്യങ്ങളിൽ ഇടപെടാനോ മൈഥിലി വരുന്നില്ലെങ്കിലും തൻ്റെ അച്ഛനമ്മമാർക്ക് അവൾ പ്രിയപ്പെട്ട മകളായി മാറുന്നത് അറിയുന്നുണ്ട് കിഷോർ. അച്ഛനൊപ്പം ഷട്ടിൽ കളിച്ചും അമ്മയ്ക്കൊപ്പം അടുക്കളയിലും നിറഞ്ഞും നിൽക്കുന്നവളുടെ കളിതമാശകൾ വീടിനെ ശബ്ദമുഖരിതമാക്കി തീർക്കുന്നതറിഞ്ഞതും എന്തിനെന്നറിയാതെ ആരോടെന്നറിയാതൊരു പരിഭവം മുട്ടിട്ടു കിഷോറിൻ്റെ ഉള്ളിൽ. ഇതെന്താ ഇവിടെ ആളും അനക്കമൊന്നുമില്ലേ? പതിവ് പോലെ ജോലി കഴിഞ്ഞൊരു വൈകുന്നേരം വീട്ടിൽ വന്നതും നിശബ്ദതയിൽ മുങ്ങിക്കിടന്ന വീട് കണ്ട് ഉള്ളിലോർത്തു കിഷോർ. അമ്മേ, നല്ലൊരു ചായ വേണം, വല്ലാത്ത തലവേദന. താൻ വന്നതുപോലും ഗൗനിക്കാതെ അലസം സോഫയിൽ കിടക്കുന്ന അമ്മയ്ക്കരികിലായി ചെന്നിരുന്നവൻ പറഞ്ഞതും മിഴികൾ നിറഞ്ഞുപോയ അമ്മയുടെ. അവനെ ഒന്ന് നോക്കി വേഗത്തിൽ കിച്ചണിലേക്ക് അമ്മ നടക്കുമ്പോൾ കിഷോർ ഓർത്തത് അമ്മയുടെ മിഴികൾ നിറഞ്ഞത് എന്തിനാണെന്നാണ്. അച്ഛാ, നിങ്ങൾ രണ്ടാളും വഴക്കിട്ടോ? അതിനാണോ അമ്മ കരഞ്ഞത്? അല്ല, നിങ്ങളുടെ ഓമന പുത്രി എവിടെ? നിങ്ങൾ വഴക്കിട്ടത് അറിഞ്ഞില്ലേ അവൾ? എന്നും വരുമ്പോൾ അച്ഛനും അമ്മയ്ക്കും ഒപ്പം ഉണ്ടാകുന്ന അവളുടെ ഇന്നത്തെ അസാന്നിധ്യം ശ്രദ്ധിച്ചിട്ടാണ് അവൻ്റെ ആ ചോദ്യം. നീ എന്നോടും അമ്മയോടും ഇതുപോലെ ഒന്ന് സംസാരിച്ചിട്ട് എത്ര നാളായി കിച്ചു? ഞങ്ങൾ രണ്ടാളുകൾ ഈ വീടിനുള്ളിൽ നീയെന്ന് കരുതി ജീവിക്കുന്നത് നീ മറന്നുപോയിട്ട് എത്രയായെന്നറിയോ നിനക്ക്? നിറകണ്ണുകളോടെ തൻ്റെ കൈകൾ കൂട്ടിപ്പിടിച്ച് ചോദിക്കുന്ന അച്ഛനെ പകപ്പോടെ നോക്കി കിഷോർ. ശരിയാണ്, സ്നേഹിച്ച പെണ്ണ് തന്നെ വഞ്ചിച്ച് മറ്റൊരുവനൊപ്പം പോയപ്പോൾ അവൾക്കൊപ്പം താൻ മറന്നത് ഇവരെ കൂടിയാണെന്ന ചിന്ത ഉള്ളിൽ വന്നതും അച്ഛനെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചവൻ നിറമിഴികളോടെ തന്നെ. അച്ഛൻ്റെയും അമ്മയുടെയും ഒപ്പം അവരുടെ പഴയ കിച്ചുവായിരിക്കുമ്പോൾ മൈഥിലിയെ വല്ലാതെ മിസ് ചെയ്യും പോലെ തോന്നി കിഷോറിന്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഈ വീടിനുള്ളിലാകെ നിറഞ്ഞു നിൽക്കുന്ന അവളുടെ ഇപ്പോഴത്തെ ഈ അസാന്നിധ്യം വല്ലാത്തൊരു അസ്വസ്ഥത സൃഷ്ടിച്ചു അവൻ്റെ ഉള്ളിൽ. അവളെയൊന്ന് കാണാൻ വല്ലാതെ തുടിച്ചവൻ്റെ ഉള്ളം. അവളെവിടെ അമ്മേ? തനിക്കുള്ള ചായയുമായി വന്ന അമ്മയെ അരികിലേക്കിരുത്തി വീണ്ടും കിഷോർ ചോദിച്ചതും തൻ്റെ ഉത്തരത്തിനായി കാത്തു നിൽക്കുന്നവൻ്റെ മുഖത്തെ ആകാംക്ഷ അടുത്തിരുന്ന് കണ്ടറിഞ്ഞവൻ. മൈഥിലിമോള് പോയല്ലോ, നിന്നോട് പറഞ്ഞില്ലേ? ഒട്ടും നമ്പരെന്ന ശബ്ദത്തിൽ അമ്മ ചോദിച്ചതും ചായ ഗ്ലാസ് ഒന്ന് തുളുമ്പി കിഷോറിൻ്റെ കയ്യിലിരുന്ന്.
എവിടേക്കെന്ന ചോദ്യം പകപ്പോടെ അമ്മയോട് ചോദിക്കുമ്പോൾ നിറഞ്ഞ തൻ്റെ കണ്ണുകളെ അവൻ അറിഞ്ഞില്ല. പ്രണയമില്ലാത്തടത്ത്, ഇഷ്ടമില്ലാത്തടത്ത് കടിച്ചു തൂങ്ങി നിൽക്കാൻ വയ്യെന്ന് പറഞ്ഞ് സ്വന്തം വീട്ടിലേക്ക് മടങ്ങിപ്പോയവൾ. തനിക്കിത്ര അടുത്തിരുന്ന് അമ്മ പറയുന്നത് ദൂരെ നിന്ന പോലെ കേട്ടു അവൻ. കേട്ട വാക്കുകൾ നിറഞ്ഞ മിഴികളെ കവിളിലേക്ക് ഒഴുക്കിയതും കാറ്റുപോലെ മുറിക്കുള്ളിലേക്ക് പാഞ്ഞു അവൻ. അടഞ്ഞ വാതിലിനുള്ളിൽ ശ്വാസമെടുക്കാൻ മറന്നു നിന്നു പോയവൻ. ആ മുറിയാകെ അവളുടെ ഗന്ധമാണ് നിറഞ്ഞു നിൽക്കുന്നത്. ഒപ്പം അവനിൽ മിഴിനട്ട് നേർത്ത ചിരിയോടെ അവളും. മൈഥിലി, നീ പോയില്ലേ? തൻ്റെ ഉള്ളം അവൾ തിരിച്ചറിഞ്ഞു എന്ന ആധിയിൽ വെപ്രാളം കലർന്നിരുന്നു അത് ചോദിക്കുമ്പോൾ അവനിൽ. പോയില്ല, പോവാനൊരുങ്ങുകയാണ്. അവൻ്റെ ഉള്ളിലെ തന്നോടുള്ള ഇഷ്ടം അവൻ വീണ്ടും മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് ബോധ്യമായതും സ്വാഭാവികമായി പറഞ്ഞവൾ താൻ എടുത്തുവെച്ച ബാഗുകളിലേക്ക് നോക്കി. അവൾ പോയിട്ടില്ല എന്നറിവിൽ നിറഞ്ഞു മിടിച്ച ഹൃദയം അവളുടെ വാക്കിലും കൺമുന്നിലെ കാഴ്ചയിലും മിടിക്കാൻ മറന്നതുപോലെ നിശ്ചലമായി അവനിൽ. നീ പോവാണോ? ശരിക്കും പോവാണോ? തൻ്റെ പ്രായം പോലും മറന്നൊരു കുഞ്ഞു കുട്ടിയെപ്പോലെ തൻ്റെ മുന്നിൽ കണ്ണു നിറച്ചു നിന്ന് ചോദിക്കുന്നവനെ അമ്പരപ്പോടെയും അത്ഭുതത്തോടെയും നോക്കി നിന്നുപോയി മൈഥിലി. നിനക്ക് എന്നോട് പ്രണയമില്ലല്ലോ കിഷോർ. ഇഷ്ടമൊന്നുമില്ലല്ലോ എന്നെ. പിന്നെ ഞാനിവിടെ എന്തിനു നിൽക്കണം? എന്നോ ഒരിക്കൽ ഞാൻ പോലും അറിയാതെ നിന്നെ സ്നേഹിച്ചു പോയി ഞാൻ. അതുകൊണ്ടാണ് നീ മറ്റൊരുവളുടേത് ആയിരുന്നു എന്നറിഞ്ഞിട്ടും ഞാനീ പടി കടന്ന് നിന്റെ ഭാര്യയായി വന്നത്. അറിയോ നിനക്ക്? നിന്നെ നീ അറിയാതെ സ്നേഹിച്ച എന്നെ നീ എപ്പോഴെങ്കിലും അറിയാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ട് മടങ്ങിപ്പോകാൻ തീരുമാനമെടുത്തു ഞാൻ. അവൻ്റെ മിഴികളിൽ തൻ്റെ നോട്ടം കുരുത്തവൾ പറഞ്ഞതും താൻ ഏറെ അറിയാനുണ്ട് തനിക്ക് മുൻപിൽ നിൽക്കുന്നവളെ എന്ന് തിരിച്ചറിഞ്ഞു അവൻ ആദ്യമായി. അതിലുപരി തന്നെ വിവാഹത്തിന് മുൻപേ സ്നേഹിച്ചിരുന്നു അവളെന്ന അറിവ് അവനെ ആകെ ഉലച്ചു. അവനറിയാതെയാണവൻ അവളെ തന്നിലേക്ക് ചേർത്തത്. നീ പോകുന്നത്, നിന്നെ നഷ്ടപ്പെടുന്നത്, അതൊന്നും വെറുതെ പോലും ചിന്തിക്കാൻ വയ്യ എനിക്ക്. ഇഷ്ടത്തിനപ്പുറം പ്രണയത്തിനുമപ്പുറം അതിലുമേറെ പ്രിയപ്പെട്ട ഒരു വികാരമാണെനിക്ക് നിന്നോട്. നീയില്ലായ്മയിൽ ഞാനുമില്ലെന്ന വിധം എനിക്ക് പ്രിയപ്പെട്ടവളാണ് നീ. ഇതിലും അപ്പുറം ഇനി ഞാൻ എന്താണ് നിന്നോട് പറയേണ്ടത്? ശ്വാസത്തിളച്ചയോടെ പറയുന്നവനെ നിറഞ്ഞ മനസ്സോടെ കേൾക്കുമ്പോൾ അവൾ അറിയുന്നുണ്ട് അവൻ്റെ ഓരോ വാക്കിലും നിറഞ്ഞു നിൽക്കുന്നത് തന്നോടുള്ള ഇഷ്ടമാണെന്ന്, പ്രണയമാണെന്ന്. അവനിനി ഒരിക്കലും തന്നെ അവനിൽ നിന്ന് അകറ്റി നിർത്തില്ലെന്ന അറിവിൽ അവൻ്റെ നെഞ്ചോര അവൾ ചാഞ്ഞതും തൻ്റെ ഇരു കൈകളും കൊണ്ട് അവളെ തന്നിലേക്ക് കൂടുതൽ ചേർത്ത് നിർത്തിയ അവൻ്റെ ചുണ്ടുകൾ അവളുടെ നെറുകയിൽ നിർത്താതെ പതിയുന്നുണ്ടൊരു പ്രായച്ചിത്തം പോലെ. ചില ഇഷ്ടങ്ങൾ ഇങ്ങനെയാണ്. നഷ്ടപ്പെടുമോ എന്ന തോന്നലിൽ മാത്രം പ്രകടമാകുന്ന ഇഷ്ടങ്ങളുണ്ട് ഭൂമിയിൽ ഇതുപോലെ. ഇനി അവർ പ്രണയിക്കും, ഒരിക്കലും വേർപിരിയാനാവാത്ത വിധം. നീ ഉണ്ടെങ്കിലേ ഞാനുള്ളൂ എന്ന വിധം ഉയിരിനുയിരക്ക്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.